എൻ്റെ ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ ഒന്ന് ഞാൻ കാണിക്കുന്നത്. എൻ്റെ അമ്മ പണ്ട് എപ്പോഴും ഗൾഫിലേക്ക് ഇപ്പാക്ക് കൊടുത്തയച്ചിരുന്നതും ഇപ്പം എൻ്റെ കാക്കൂന് കൊടുത്തയക്കണതൊക്കെ ആയിട്ടുള്ള നല്ലൊരു അവലോസുണ്ട. അതായത് ചിലയിടത്ത് കശുവണ്ടിപ്പുട്ട് എന്നൊക്കെ പറയും. അതാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ ചോറ് വെക്കുന്ന അരിയാണ് ഇതിന് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റം. പിന്നെ നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ഗൾഫിലോട്ട് കൊണ്ടുപോകുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. 2-3 ദിവസം കേടുകൂടാണ്ടൊക്കെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേറെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടത് നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ്. ഞാനിവിടെ മട്ടരിയാണ് എടുത്തിട്ട് ഞാൻ കഴുകിയിട്ടാട്ടോ എടുത്തിക്കണം. ചിലർ ഇത് കഴുകൊന്നുമില്ല, അങ്ങനെ തന്നെ എടുക്കാറുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 1 കപ്പ് അരി എടുത്തതായി ഇതുപോലെ വറക്കുന്നുണ്ട് കേട്ടോ. അരിമണി ഉണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. അപ്പോൾ ഇതാ ഇത് നല്ലോണം വറുത്ത് നല്ലൊരു മൂപ്പാവണമെങ്കിൽ മാത്രം എടുക്കുക. നല്ലൊരു ബ്രൗൺ നിറമായി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ കുറേ കഴിയുമ്പം അതൊക്കെ അരിയൊക്കെ പൊട്ടിത്തെറിച്ച് നല്ലൊരു ബ്രൗൺ നിറത്തിൽ നമുക്ക് അരിമണി ആയിട്ട് കിട്ടും. നല്ല മൂത്ത മാത്രമേ കേട്ടോ നമ്മൾ വിചാരിച്ച രീതിയിൽ അത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് ഏകദേശം ഒരു 200 ഗ്രാം മുതൽ 250 ഗ്രാം വരെ അണ്ടിപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെറിയ തീയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് റോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നല്ലോണം കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുക. ചൂടൊക്കെ പോയ ശേഷമാണ് ഇനി അടുത്ത പരിപാടി. ചൂട് നല്ലോണം പോയ ശേഷം വറുത്തിട്ടുള്ള അരിമണി നിന്നും ഒരു 1.5 കപ്പ് അരിമണി എടുത്തിട്ട് ഞാൻ ഇതുപോലൊരു മിക്സിയുടെ ജാറിൽ ഇട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി പൊടിച്ചെടുക്കുക. പൊടിഞ്ഞിട്ടില്ലെങ്കിൽ അരിച്ചിട്ട് മാത്രം എടുക്കുക. പൊടിഞ്ഞെങ്കിൽ മാത്രം ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞുകൊണ്ട് ഞാൻ അരിക്കുന്നില്ല. ഇനി നമ്മൾ കശുവണ്ടിപ്പരിപ്പാണ് റോസ്റ്റ് ചെയ്തുള്ള അണ്ടിപ്പരിപ്പ്. ഇതാ ഇതുപോലെ വേണം, കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ. അത് ഒരുപാട് പൊടിക്കാൻ പറ്റില്ല. ഈ രീതിക്ക് പൊടിച്ചിട്ട് നമുക്ക് ആ അരിപ്പൊടിയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യമായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ പച്ചത്തേങ്ങയാണ് വേണ്ടത് കേട്ടോ. ഇത് വിചാരിച്ച രീതിയിലുള്ള നല്ല പാലൊന്നുള്ള തേങ്ങയല്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 2 കപ്പ് തേങ്ങോളം ചേർത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല തേങ്ങ നല്ലൊരു പാലൊക്കെ ഉള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 കപ്പ് എടുത്താൽ തന്നെ അത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതും കൂടി മിക്സിയുടെ ജാറിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അതിലോട്ട് തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. അപ്പോൾ അത് ഞാനിവിടെ ഏകദേശം ഒരച്ച് ശർക്കര എടുത്താൽ തന്നെ നോർമൽ മധുരമായിരിക്കും. കൂടുതൽ മധുരം വേണ്ടവർക്ക് 2 അച്ച് വരെയോ 1.5 അച്ചൊക്കെ എടുക്കുക. അപ്പോൾ അതൊന്ന് ഞാൻ ഒന്ന് ഒതുക്കി, അതായത് നമ്മൾ കത്തി കൊണ്ട് ചീകിയിട്ടാണ് കേട്ടോ മിക്സിയുടെ ജാറിലിട്ട് തേങ്ങേൻ്റെ കൂടെ തന്നെ അത് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം കട്ടകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങേൻ്റെ കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള അരിമണി പൊടിച്ചതിലോട്ടും അതുപോലെ തന്നെ കശുവണ്ടി പരിപ്പ് പൊടിച്ചതിലോട്ടും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നല്ലോണം കുഴച്ച് കൊടുക്കണം. അപ്പോൾ ഈ തേങ്ങയും ശർക്കരയും അവിടെ ഇവിടെയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി നന്നായി മിക്സ് ആക്കണമെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ കുഴക്കണം. എന്നാൽ മാത്രമേ എല്ലായിടവും നല്ല മിക്സായി ഇത് പരുവത്തിൽ വരുള്ളൂ. നല്ല ഒട്ടിപ്പിടിക്കുന്ന പരുവം വേണം. കാരണം നമ്മളിത് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. പിന്നെ ഒരു കാര്യം, നല്ല പാലൊക്കെ ഉള്ള തേങ്ങയാണ് കൂടുതൽ ചേർത്താൽ കൂടുതൽ ദിവസമൊന്നും ഇരിക്കൂല കേട്ടോ. 1-2 ദിവസം തന്നെ അതിനകത്ത് പെട്ടെന്ന് കഴിച്ച് തീർക്കണം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ എത്രയേ ഉള്ളൂ. ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് സെർവ് ചെയ്യുക. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.